ബൃഹദാരണ്യോപനിഷത്തിലെ അധ്യായം 1 5-ാം ബ്രാഹ്മണത്തിലെ 79 നാമം രൂപം കർമ്മ ഇവയെ പറ്റി പറയുകയാണ്. ഇതുവരെ പറഞ്ഞതെല്ലാം പ്രപഞ്ചം ഉണ്ടായ വിധമാണ്. പ്രപഞ്ചം ഉണ്ടായ വിധവും പ്രപഞ്ചം എങ്ങനെ എന്തെല്ലാമായി മാറി എന്നെല്ലാണ് ഇതുവരെ പറഞ്ഞത്. ഇവിടെ എന്ത് പറയുന്നു? അങ്ങനെ ഉണ്ടായ വസ്തുക്കൾ നമ്മളെല്ലാം തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നാമം രൂപം കർമ്മം വെച്ചിട്ടാണ്. അതിവിടെ പറയുകയാണ്. ഉദാഹരണമായിട്ട് നമ്മളൊരു കുട്ടിയോട് ആദ്യം തന്നെ അതിനെ പരിചയപ്പെടുത്തുന്ന അതായത് ഒരു പൂച്ചേനെ കണ്ടോന്ന് ചോദിക്കും. അപ്പൊ അതിനൊരു പേര് കൊടുത്തു, നാമം കൊടുത്തു, പൂച്ച. പൂച്ച പണ്ട് പേര് കൊടുത്തു തന്നെയാണ്. പക്ഷെ അവന് ആദ്യമായിട്ട് ആ പൂച്ച എന്നൊരു നാമം കേൾക്കുകയാണ്. അപ്പൊ അവൻ എന്ത് ചെയ്യും? പിന്നെ അത് കാണുമ്പോഴും പൂച്ച പേര് മനസ്സിൽ പതിപ്പിക്കും. പിന്നെ എന്താണ്? കണ്ണുകൊണ്ട് അതിനെ നോക്കിയിട്ട് അതിന്റെ രൂപം എടുക്കും. ഇതാണ് പൂച്ച. പിന്നെ അവൻ എന്ത് മനസ്സിലാക്കുന്നു? ശാസ്ത്രത്തിന്റെ സയൻസിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഈ പൂച്ച എന്താണ്, അതെന്താണ്, അതിന്റെ കർമ്മം എന്താണ്, അതിനെ കൊണ്ട് എന്തിനെല്ലാം ഉപയോഗിക്കാം, അതെന്താണ്, എലീനെ പിടിക്കാനാണ്, അതിന്റെ കർമ്മം അതാണ്. അപ്പം ബാക്കിയുള്ളതെല്ലാം പിന്നെ അവൻ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് മനസ്സിലാക്കുന്നത്. അതാണ് കർമ്മം എന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാ വസ്തുക്കളെയും ഇങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം കെമിസ്ട്രിയെല്ലാം പഠിക്കുന്ന ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ആദ്യം എന്ത് പഠിക്കും? പ്രോപ്പർട്ടീസ്, പേര്. ഹൈഡ്രജൻ, അതിന്റെ പേര് പഠിച്ചു. അതിന്റെ പ്രോപ്പർട്ടി, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്നെല്ലാം പറയും. അപ്പൊ ആദ്യം പേര് പഠിച്ച് പിന്നെ കണ്ണിലോട്ട് അതിനെ ഒബ്സർവ് ചെയ്തിട്ട് അതിന്റെ രൂപം മനസ്സിലാക്കുന്നു. അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി, രൂപം എന്ന് പറയുന്നത് തന്നെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പിന്നെ അവസാനം പഠിക്കുന്ന എന്താണ്? യൂസസ്. കെമിസ്ട്രി പഠിക്കുന്നവരെല്ലാം പഠിക്കുന്ന ഇത് തന്നെയാണ്. ആദ്യം പേര്, ഒരു വസ്തുവിന്റെ പേര് പഠിക്കും. ഹൈഡ്രജൻ, ഓക്സിജൻ. ഇത് രണ്ടാമത് പഠിക്കുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടി, അതിന്റെ സ്വഭാവങ്ങൾ, രൂപങ്ങൾ. അതാണ് കെമിസ്ട്രിയിലെ രണ്ടാമത്തെ പഠിക്കുക. മൂന്നാമത്തെ അവസാനം എന്തുണ്ട്? യൂസസ്, അതിന്റെ ഉപയോഗങ്ങൾ. അതാണ് കർമ്മങ്ങൾ. അതിനെന്തിനെല്ലാം ഉപയോഗിക്കാം. ഇങ്ങനെ നമ്മൾ പഠിക്കണം എന്ന് പറയുകയാണ്. എല്ലാ വസ്തു, ഈ പ്രപഞ്ചത്തിലുണ്ടായ എല്ലാ വസ്തുക്കളെ പറ്റിയും നമ്മൾ പഠിക്കണം. അതായത് കെമിസ്ട്രിയിൽ പഠിക്കുന്ന മാതിരി പഠിക്കണം എന്ന് തന്നെയാ പറഞ്ഞത്. ഇവിടെ രൂപം, നാമം. അപ്പൊ നാമം എന്തിൽ നിന്ന് വരുന്നു? വാക്കിൽ നിന്ന് വരുന്നു, ഭാഷയിൽ നിന്ന് വരുന്നു. പേര്, ഒരു പേര് കൊടുക്കുന്നു. ഇതിന്റെ രൂപം കണ്ണിനെ കൊണ്ട് സ്റ്റഡി ചെയ്ത് ഒബ്സർവേഷൻ എല്ലാം നടത്തിയിട്ടാണ് ഈ രൂപങ്ങളെല്ലാം വ്യാഖ്യാനിക്കുന്നത്. പിന്നെ എന്നിട്ട് അത് കണ്ണിനെ കൊണ്ടാണ്. പിന്നെ എന്ത് ചെയ്യുന്നു? അതിന്റെ ഉപയോഗം, കർമ്മം മനസ്സിലാക്കുന്നത് എന്താണ്? ആത്മാവ്. അതാണ് അതിന്റെ ആത്മാവ്. നമ്മളിതെല്ലാം പഠിക്കുന്നതിനെവിടെ അതിനെ നമ്മൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. അതാണ് അതിന്റെ ആത്മാവ്. നമ്മുടെ ആത്മാവാണ് അതിനെ ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മൾ തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാന ഭാഗം, കർമ്മം. ഇതാണ് ഇങ്ങനെ കൈകാര്യം ചെയ്യണം. ഉണ്ടായ വസ്തുക്കളെ എല്ലാം എന്ന് പറഞ്ഞു വെച്ചിട്ട് അധ്യായം 2 കിടക്കുന്നു. അപ്പൊ 2 അധ്യായത്തില് ആദ്യം എന്താ പറയുന്നതെന്ന് വെച്ചാല്, കൗശീതകി ബ്രഹ്മണോപനിഷത്തിൽ അധ്യായം 4 പറഞ്ഞ ഒരു ഗാർഗനും രാജാവും തമ്മിലുള്ള ഒരു സംവാദമുണ്ട്. ഗാർഗൻ പറയുന്നു, ഞാൻ സൂര്യന്റെ അകത്തുള്ള ശക്തി വിശേഷത്തെ ശ്രദ്ധിക്കുന്നു, അതായത് ബ്രഹ്മത്തെ. അപ്പൊ രാജാവ് പറയുന്നത്, എനിക്ക് അതിൻ്റെയൊന്നും ആവശ്യമില്ല, ഞാൻ സൂര്യന്റെ ചൂടും വെളിച്ചമെല്ലാം ഉപയോഗിക്കുന്നത്, ഞാൻ അതിനെയാണ് ഉപാസിക്കുന്നത്. ഏത് നമ്മൾ ആത്മീയ. പിന്നെ പറയുന്നു മറ്റേ അഗ്നിന്റെ അകത്തുള്ള ശക്തി വിശേഷം. നമ്മളെ ഇന്നത്തെ ആത്മീയവാദികളെല്ലാം പറയുന്ന വഴി ആ കല്ലിന്റെ അകത്തുള്ള ശക്തി വിശേഷത്തെ നമ്മൾ നോക്കുന്നു. അപ്പം രാജാവ് എന്ത് പറയും? അതൊന്നുമല്ല, ഞാൻ കല്ല് ഉപയോഗിക്കും, വീട് കെട്ടാൻ ഉപയോഗിക്കും, മല്ലിനെ എറിയാൻ ഉപയോഗിക്കുന്നല്ല എന്നുള്ള നിലയിൽ പോകുന്നു. അപ്പൊ അവസാനം ഗാർഗൻ തോക്കുന്നു. എനിക്ക് ഇത്രയേ അറിയുള്ളൂ, നെല്ലത്തിന്റെ അകത്തുള്ള പറയാനേ എനിക്കറിയും. അപ്പൊ അങ്ങേര് അതിന്റെ ശരിയായ കെമിക്കൽ പ്രോപ്പർട്ടീസും ശരീരത്തിൽ എന്തെല്ലാം ഇതിലോട്ടെല്ലാം ബ്രഹ്മം എങ്ങനെയാണ് ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത്, നാഡീ നരമ്പുകളുടെ ഇന്നുള്ള ശാസ്ത്രീയമായി അയാൾക്ക് വിവരിച്ചു കൊടുക്കുന്നു. ഗാർഗൻ എല്ലാത്തിന്റെ അതിൻ്റെ അകത്ത് എന്തോ ഉണ്ട് എന്നേ പറയാൻ പറ്റും. രാജാവ് അത് ശരിക്ക് വിവരിച്ചു കൊടുക്കുന്നു. ഇന്ന തരത്തിലാണ് നമ്മളെ നാഡികളിലൂടെ ബ്രഹ്മം ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ അതിലേക്ക് ഇനി കടക്കണ്ട. അപ്പൊ വസ്തുക്കളെ എങ്ങനെ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. വെറുതെ അതിൻ്റെ അകത്ത് ബ്രഹ്മമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ടിവിടെ 2-ാം അധ്യായത്തിലെ 2-ാം ബ്രാഹ്മണത്തിൽ എന്ത് പറയുന്നു? 1-ാം ബ്രാഹ്മണം പിടിയാണ്, ഈ സംവാദമാണ്. പ്രാണൻ എന്ന ശിശുവിന് 5 അവസ്ഥകളുണ്ട് എന്ന് പറയാണ്. ഈ പ്രാണന്, നമ്മളുടെ ഉള്ളിലുള്ള പ്രാണന്
ഒന്ന് ശരീരമാണ് ആധാരം. അതിന്റെ ആധാരം ശരീരമാണ്. നമുക്കറിയാം പ്രാണൻ എവിടെയാ ഉള്ളത്? ശരീരം നിറച്ചുകൊണ്ട്. ഈ പ്രാണൻ എന്ന സാധനം അതിന്റെ ആധാരം അപ്പം ശരീരമാണ്. അതില്ലാതെ സ്ഥലമില്ല. പിന്നെയോ അത് ഏത് അധിഷ്ഠാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലയാണെന്ന് പറയുകയാണ് അല്ലെ? പ്രത്യാധാനം രണ്ടാമത്തത് അത് തലയാണെന്ന് പറയുകയാണ്. കാരണം ഇതിനെ നമ്മൾ മനസ്സിലാക്കുന്നത് തലയിൽ നിന്നുണ്ടാകുന്ന ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്. ഇനിയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രാണനെ മനസ്സിലാക്കേണ്ടത് ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്. ആ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് പ്രാണൻ മുഴുവൻ, അതിന്റെ ശാസ്ത്രം ഉപയോഗിച്ചിട്ടാണ് അത് ഈ വർക്ക് മുഴുവൻ നടത്തുന്നത് എന്ന് പറയാണ്. പിന്നെ 4 ഭാഗങ്ങൾ എന്നാ പറഞ്ഞ. പിന്നെയുള്ളത് ബന്ധനസ്ഥാനം. ബന്ധനസ്ഥാനം എന്ന് പറയുന്നത് ഹൃദയത്തിലാണെന്ന് പറയുകയാണ്. ഹൃദയത്തിൽ അത് ബ്രഹ്മം എന്ന നിലയിൽ, പ്രാണൻ എന്ന നിലയിൽ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അതിന്റെ ബന്ധനസ്ഥാനം അവിടെ നിന്നാണ് അത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതായത് ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. ഈ പ്രാണൻ എന്ന് പറയുന്ന എല്ലായിടത്തും ശരീരത്തിൽ ഉണ്ടെങ്കിലും അതിന്റെ ഹെഡ് ഓഫീസ് എവിടെയാണ്? ഹൃദയത്തില് പ്രാണൻ എന്ന നിലയിൽ, മുഖ്യപ്രാണൻ എന്ന നിലയിൽ ബന്ധിപ്പിച്ചു വെക്കുക. മുഖ്യപ്രാണൻ എന്ന നിലയിൽ ബന്ധിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ശരീരത്തിൽ മുഴുവൻ അതുണ്ട്. പല പ്രാണനായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഹൃദയത്തിൽ പിന്നെ അതിനെ ഇതിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു? മുഖ്യപ്രാണനുമായിട്ട് അതായത് അത് പല സ്പ്ലിറ്റ് ആയിട്ടാണ് എല്ലായിടത്തും ആക്ട് ചെയ്യുന്നത്. അതിന്റെ മുഖ്യപ്രാണൻ എവിടെയാണ്? അല്ല, ശരിയായ കേന്ദ്രം എവിടെയാണ്? ആ മുഖ്യ പ്രാണനിലാണെന്ന് പറയുകയാണ്. ഇത് ധാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നിലനിർത്തുന്ന എന്താണ്? അത് അന്നമാണെന്ന് പറയുകയാണ്. ഭക്ഷണം കഴിച്ചാൽ മാത്രമേ ഈ പ്രാണനുള്ളൂ. ഭക്ഷണം കഴിച്ചില്ല ഇത് ഫംഗ്ഷൻ ചെയ്യാനും പറ്റില്ല. അപ്പൊ ഭക്ഷണം കൊണ്ടാണ് ഈ പ്രാണന് ആക്റ്റീവ് ചെയ്യേണ്ടത്. പ്രാണൻ അപ്പോൾ ഒരു ചെറിയ വിവരണം അവർ നൽകി. എന്നിട്ട് ഈ പ്രാണൻ ശരീരത്തിൽ എല്ലാത്തിലും ഉണ്ടല്ലോ. ഈ മുഖ്യപ്രാണനാണല്ലോ എല്ലാം കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, രൂപം പറഞ്ഞിട്ട് പിന്നെ ഏതാ പറയേണ്ടത്? അല്ല, രൂപമല്ല, നാമം പറഞ്ഞിട്ട് ഏതാ പറയേണ്ടത്? പ്രാണൻ എന്ന നാമം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രൂപം പറയണ്ടെങ്കിൽ ഈ എല്ലാ അവയവത്തിലും ഇതുണ്ടല്ലോ. അപ്പൊ കണ്ണ് വെച്ച് പറയുകയാണ്. കണ്ണില് 22 കണ്ണില് ചുവപ്പ് രേഖകൾ എന്ന് പറയുന്നത് അവയിൽ കൂടി രുദ്രൻ സഞ്ചരിക്കുന്നതാണ്. അപ്പൊ കണ്ണിന്റെ അകത്തുന്നുണ്ട് കുറെ രേഖകളുണ്ട്. അത് നാഡികളാകാം, ഞരമ്പുകളാകാം. ഞരമ്പുകളിലൂടെയാണ് രക്തം ഓടുന്നത്. മറ്റേ സിഗ്നൽ സിസ്റ്റമാണ്. അതിൽ ഓടുന്ന സാധനം രുദ്രനാണെന്ന് പറയുകയാണ്. ഇപ്പൊ രുദ്രൻ എന്താണെന്ന് ഇവിടെ പറയുന്നില്ല. കാരണം ഇത് സാധാരണക്കാരന് അതിലൂടെ രുദ്രൻ ഓടുന്നുണ്ട് എന്നേ പറയുന്നുള്ളൂ. രുദ്രനെ അപ്പൊ എവിടെ നിന്ന് മനസ്സിലാക്കണം? വേദങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. അതിന്റെ പിന്നിലുള്ള സയൻസ് മുഴുവൻ ഇവിടെ നാമമേ പറയുന്നുള്ളൂ. രുദ്രൻ ഓടുന്നു, ഒരു നാമം അവിടെ പറയുന്നു. അതിനെപ്പറ്റി ശരിക്കും എവിടെ പഠിച്ചോടണം? വേദത്തിൽ പഠിച്ചോളണം. വേദത്തിൽ ദേവതകൾ എന്ന് പറയുന്നത് രുദ്രൻ എന്ന് പറഞ്ഞിട്ട് പലയിടത്തും വിവരിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കണം. അതെന്താണ് രുദ്രൻ? അത് ഇവിടെ പറയുന്നില്ല. കാരണം ഇവിടെ സയൻസ് പഠിപ്പിക്കുന്ന വിഷയമല്ല ഈ ഉപനിഷത്തുക്കൾ. പുരാണ കഥയിൽ രുദ്രന് കണ്ണും മൂക്കും എല്ലാം വെച്ചിട്ട് കഥ രൂപത്തിൽ. ഇത് ഉപനിഷത്തുകൾ സാധാരണ ഒരാൾക്ക് കുറച്ച് നോളജ് ഉള്ളവർക്ക് മനസ്സിലാക്കാനുള്ളതാണ്. ശരിക്കും മനസ്സിലാക്കേണ്ടി കഴിഞ്ഞാൽ എല്ലാ രുദ്രൻ ആരാണെന്നുള്ള മനസ്സിലൂടെ വേദങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. പിന്നെ ഇതിലും താണാത്ത കുട്ടികളെ അവസ്ഥയിലുള്ളവർക്ക് വേണ്ടിയാണ് ഈ പുരാണ കഥകളായിട്ട് രുദ്രന് കണ്ണും മൂക്കും എല്ലാം വെച്ചിട്ട് വിവരിച്ചിട്ടുള്ളത്. അത് പുരാണ കഥകളിലാണ്. അപ്പൊ ഇവിടെ രുദ്രൻ എന്നൊരു നാമം പറയുന്നു. അതിനെപ്പറ്റിയുള്ള സ്വഭാവം എവിടെ മനസ്സിലായിക്കൊള്ളണം? വേദത്തിൽ. അത് ചുമന്ന രശ്മി വരകളായിട്ട് കണ്ണിലുണ്ട് എന്ന് പറയുന്നു. പിന്നെ അപ്പുകളുണ്ട്. ശരീരത്തിന്റെ കണ്ണിന്റെ അകത്ത് കുറെ ദ്രാവകങ്ങളെല്ലാം ഉണ്ട്. അത് പർജനനാണെന്ന് പറയുന്നു. അപ്പം വേദത്തിലെ വേറൊരു നാമമാണ് പർജനൻ. അതിനെപ്പറ്റിയുള്ള എല്ലാം നിങ്ങൾ വേദത്തിൽ നിന്ന് മനസ്സിലായിക്കൊള്ളണം. ശാസ്ത്രീയമായിട്ട് സയൻസ് ഇവിടെ പർജനൻ എന്നും പറയുന്നു. പിന്നെ 3 ദർശന ശക്തി, കണ്ണിന്റെ കാഴ്ച നടക്കാനുള്ള ശക്തിയെല്ലാം സയൻസ് വിഷയമാണ്. അത് ആരിലൂടെ? സൂര്യനിലൂടെയാണ് അത് നടക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ സൂര്യൻ എന്താണെന്ന് അവിടെ വെച്ച് മനസ്സിലായിക്കൊള്ളണം. സൂര്യനെ പറ്റി വേദങ്ങളിൽ കുറെ വിവരണം തന്നിട്ടുണ്ട്. ശാസ്ത്രീയമായ സയൻസിലൂടെയുള്ള വിവരണം. 4 കറുത്ത ഭാഗമാണ്. കറുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മളെ ലെൻസ് എന്നെല്ലാം പറയും. അവിടെയെല്ലാം വെളിച്ചെല്ലാം കയറി പോകുന്നത്. അത് അഗ്നിയാണെന്ന് പറയുകയാണ്. അപ്പൊ അഗ്നി എന്താണെന്ന് ഇവിടെ മനസ്സിലായിക്കൊള്ളണം.
വേദത്തിൽ അഗ്നിനെ പറ്റിയാണ് കുറേ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ വിവരണങ്ങൾ, രൂപങ്ങളെല്ലാം. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി, ഇത് നാമം മാത്രമേ പറയുന്നുള്ളൂ ഇവിടെ. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നാമം പറയുന്നു, രൂപവും എല്ലാം എവിടെ നിന്ന് മനസ്സിലാക്കാം? വേദത്തിൽ നിന്ന്. അവിടെ വേദത്തിലെ ദേവതകളാണ് ഏതെല്ലാം? ഈ അഗ്നിയെല്ലാം. പിന്നെ എന്താ പറയുന്നു? വെളുത്ത ഭാവം ഇന്ദ്രനാണെന്ന് പറയുന്നു. അപ്പൊ ഇന്ദ്രനെ പറ്റി എന്തെങ്കിലും മനസ്സിലാക്കണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പോയിക്കൊള്ളണം? വേദങ്ങളിലേക്ക് പോയിക്കൊള്ളണം. അല്ല കണ്ണും മൂക്കും വെച്ചിട്ട് ചെറിയ കുട്ടികളെ മാത്രം കയറണ്ടെങ്കിൽ നിങ്ങൾക്ക് പുരാണങ്ങളിലേക്ക്, കഥകളിലേക്കും പോകാം. അവിടെ വെച്ച് കഥ രൂപത്തിൽ കേട്ട് മനസ്സിലാക്കാം. അല്ല ശരിക്കും രുദ്രന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് അറിയണമെങ്കിൽ, അതിന്റെ യൂസസ് എല്ലാം അറിയണമെങ്കിൽ എവിടെ പോകണം? വേദങ്ങളിൽ പോകണം. അപ്പൊ രൂപം, നാമം, രൂപം, കർമ്മം. രൂപവും കർമ്മമെല്ലാം നിങ്ങൾ എവിടെ പറഞ്ഞിട്ടുണ്ട്? വേദത്തിലുണ്ട്. അപ്പം വെളുത്ത ഭാഗം ഇന്ദ്രനാണ്, താഴത്തെ പോള പൃഥ്വിയാണ്, മുകളിലത്തെ പോള ആകാശമാണ്. അപ്പം പൃഥ്വിനെ പറ്റി അവിടെ വലിയ, പൃഥ്വി എന്ന് പറഞ്ഞാൽ ഈ ഭൂമി മാത്രമൊന്നുമല്ല, പലതുമുണ്ട്. ഛന്ദസ്സിന്റെ അടിസ്ഥാനത്തിൽ പല അർത്ഥങ്ങളുണ്ട് വേദത്തിന്. അപ്പൊ ആകാശം എന്നെല്ലാം പറയുമ്പോൾ എന്താണെന്നല്ല അവിടെ മനസ്സിലാക്കണം, ഛന്ദസ്സുകളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ ഇങ്ങനെ 7 പറഞ്ഞിട്ട് ഇങ്ങനെയാണ് കണ്ണ് ഫംഗ്ഷൻ ചെയ്തിട്ട് എന്ന് പറയുന്നു. കണ്ണിന്റെ പ്രവർത്തനം, രൂപം മനസ്സിലാക്കേണ്ടെങ്കിൽ കണ്ണിലൂട്ടിയാണ്. അതായത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കേണ്ടെങ്കിൽ കണ്ണിലൂട്ട മനസ്സിലാക്കണം. എന്നിട്ട് കണ്ണിലൂട്ട മാത്രം പോരാല്ലോ, കേട്ടിട്ട് മനസ്സിലാക്കാറുള്ള 23, 24, 25 അതും പറയുന്നു. കേൾവിയുടെ എന്താണെന്ന്, സോമം ഗ്രഹിക്കുന്ന ഒരു പാത്രമുണ്ട്, ചുവട്ടിന്റെ അകത്തൊരു പാത്രമുണ്ട് എന്ന് പറയുന്നു. സോമം ഗ്രഹിക്കുന്നത് അത് തലകീഴായിട്ടാണ് എല്ലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേക രൂപത്തിൽ അത് കിടക്കുന്നെന്ന് പറഞ്ഞു. അതായത് നമ്മൾ കിണ്ണം പോയി എന്നെല്ലാം പറയുന്നില്ല, അവന്റെ കിണ്ണം പോയി. അത് തന്നെ ഒരു പാത്രമുണ്ട്. എന്നിട്ട് എന്തുണ്ട്? ആ പാത്രത്തിൽ നാനാ ദ്രവമായ യശസ് സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ അകത്ത് പല ഗുണങ്ങളുള്ള ഒരു യശസ് ദ്രവരൂപത്തിൽ കിടക്കുന്നുണ്ട്. അല്ല ആധുനിക സയൻസിന് അറിയുന്ന കാര്യമാണ്. ചെവിന്റെ ഘടന നോക്കിയാൽ കാണാം. എന്നിട്ട് അതിൽ 7 ഋഷികൾ ഇരിപ്പുണ്ട്. 7 ഋഷി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക? ജ്ഞാനം, സയൻസ്, ജ്ഞാനം. അപ്പൊ 7 ഋഷികൾ എന്ന് പറഞ്ഞാൽ 7 സ്വരങ്ങൾ നമ്മളെ ചവിട്ടിന് തിരിച്ചറിയാൻ പറ്റും. ആ ചവിട്ടിന്റെ പ്രത്യേകത കൊണ്ട് 7 ശബ്ദങ്ങളെ തരം, 7 സ്വരങ്ങൾ, സപ്തസ്വരങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് അതെന്തുണ്ട്? ബ്രഹ്മത്തോട് ശബ്ദരൂപത്തിൽ സംസാരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഉള്ളിലുള്ള പ്രാണനുമായിട്ട് അല്ലെങ്കിൽ ജീവാത്മാവുമായിട്ട് ഈ ചെവിട്ടിലെ ഈ സപ്തസ്വരങ്ങൾ അവിടെ എത്തുന്നുണ്ട്. അത് വാക്കാകുന്നു എന്ന് പറയുകയാണ്. അതാണ് ആത്മാവ്. അപ്പൊ ആ വാക്ക് രൂപത്തിൽ ഈ ചെവിട് ഇത് തിരിച്ചറിഞ്ഞിട്ട് പുറത്തു കിടക്കുന്ന സംഭവങ്ങളെല്ലാം ആരെ അറിയിക്കുന്നുണ്ട്? നമ്മളെ ആത്മാവിനെ അറിയിക്കുന്നുണ്ട്. അപ്പൊ കണ്ണും അറിയിക്കുന്നുണ്ട്, വാക്കും ചെവിയും അറിയിക്കുന്നുണ്ട്. പിന്നെന്ത് പറയാണ് 24 പിന്നെ ഒരു ചമസം എന്നൊരു ചെറിയ ചട്ടിമാരിയുള്ള ഒരു സാധനമുണ്ട്, ഒരു പാത്രം. അത് തല കീഴായി വെച്ചിരിക്കുകയാണ്. ഏത് നമ്മളെ തലമണ്ടേനെ പറ്റിയാ പറയുന്നത്. അത് തല കീഴായി വെച്ചിരിക്കുകയാണ്. അതിന്റെ അകത്താണ് ദ്വാരം. സാധാരണ ചട്ടിയിൽ വെച്ചിട്ട് മുകളിലാണ് വെക്കുക. ഇത് ചട്ടി തിരിച്ചു വെച്ചിട്ട് അതിന്റെ അകത്താണ് സാധനം വെച്ചിരിക്കുന്നത്, തലമണ്ടേന്റെ അകത്ത്. ഇനി ഇതെല്ലാം എന്ത് ചെയ്യുന്നത്? സ്വീകരിച്ചിട്ട് അനലൈസ് ചെയ്യുകയാണെന്ന് പറയാണ്. ഇതെല്ലാം സയൻസ് ചുരുക്കി സാധാരണക്കാരന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് 3-ാം ബ്രാഹ്മണത്തിലേക്ക് കിടക്കുകയാണ്. 3-ാം ബ്രാഹ്മണത്തിൽ 26 എന്ത് പറയുന്നു? ബ്രഹ്മത്തിന് നമ്മളിലുള്ള ബ്രഹ്മത്തിന് 2 രൂപമുണ്ട്. ഒന്ന് മൂർത്തവും അമൂർത്തവും. എന്നിട്ട് 27-ലും 28-ലും എന്ന് പറയുന്നു, മൂർത്തമായത് ഏതെന്ന് വെച്ചാൽ ഈ വായുവും അന്തരീക്ഷത്തിൽ നിന്നും മഞ്ഞമായിട്ടുള്ളത്. അപ്പൊ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഘടനയും നമ്മുടെ ഉള്ളിലും ഉണ്ട് ഒരു ആകാശം. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൽ വായുവിലും അന്തരീക്ഷത്തിൽ നിന്നും അന്യമായത്. അപ്പൊ വായുവിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും അന്യമായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ പ്രപഞ്ചം എല്ലാം നിർമ്മിച്ചുകൊണ്ട് 5 വസ്തുക്കളെ കൊണ്ടാണ്. പഞ്ചഭൂതങ്ങൾ, ഖരവാസ വസ്തുക്കൾ, ദ്രവവസ്തുക്കൾ, വായു, വാതരൂപത്തിലുള്ള വസ്തുക്കൾ, ഊർജം, അഗ്നി, പിന്നെ ആകാശം. ഇപ്പൊ ഭൂമിയിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം വിട്ടുപോകും. ഭൂമിയിൽ ആകാശമില്ല.
അപ്പൊ ആകാശത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് പറഞ്ഞാൽ ആകാശത്തിൽ എന്തുണ്ട്? ആകാശമുണ്ട്, അന്തരീക്ഷത്തിൽ ജലമുണ്ട്, വായുവുണ്ട്, ഊർജമുണ്ട്, ഇടിമിന്നലെല്ലാം ഉണ്ടല്ലോ. അപ്പൊ എല്ലാം എന്തായി? എല്ലോ ആയി, പഞ്ചഭൂതങ്ങളുമായി. അപ്പൊ ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായത് ഏതാണ്? പഞ്ചഭൂതങ്ങൾക്കെല്ലാം സ്വഭാവമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായത് എന്താണ്? ശരീരത്തിന്റെ അകത്തുള്ളത് ബ്രഹ്മമാണ്. അപ്പൊ അതാണ് മൂർത്തമായത് എന്ന് പറയുകയാണ്. അതായത് ബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായി. ഈ പ്രപഞ്ചത്തിനെല്ലാം ഈ സ്വഭാവങ്ങളെല്ലാം ഉള്ളത്, പഞ്ചഭൂതങ്ങളായി മാറുന്നത്. അപ്പൊ അതിന്റെ മുമ്പിലുള്ള സാധനം ഏതാണ്? ബ്രഹ്മം. അതെവിടെയുണ്ട്? ശരീരം നിറച്ചിട്ടുണ്ട്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കോശം എടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്? ബ്രഹ്മമുണ്ട്. കോശം പൊട്ടിച്ചാൽ എന്താ കിട്ടുക? തന്മാത്ര കിട്ടും, ആറ്റം കിട്ടും, ഇലക്ട്രോൺ, പ്രോട്ടോൺ, പിന്നെ അനി പൊട്ടിച്ചാൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ ഇതെല്ലാം കിട്ടും, എനർജി എല്ലാം കിട്ടും. അനി പൊട്ടിച്ചാൽ ശാസ്ത്രലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുക, കിട്ടും. എന്ത് കിട്ടും? ബ്രഹ്മം കിട്ടും. അപ്പൊ ഈ ശരീരത്തിന്റെ മുഴുവൻ അകത്തുന്നുണ്ട് ആ സാധനം. ഈ പഞ്ചഭൂതം അല്ലാതെ ആ സാധനം ഏതാണോ അതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു തരികയാണ്. അത് സയൻസിലോട്ട് ചിന്തിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. എന്നിട്ട് ഈ ആകാശവും ഭൂമിയെല്ലാം പുരുഷനാണെന്ന് പറയുകയാണ്. അതായത് ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ച ഈ ശരീരം അത് പുരുഷനാണെന്നും പറയുള്ളൂ. അങ്ങനെയുള്ള എന്നിട്ട് 31 പറയുന്നു, അങ്ങനെയുള്ള പുരുഷന്റെ രൂപം എന്താണെന്ന് മഞ്ഞയില് മുക്കിയ തുണി മുക്കിയ മാതിരി ഇരിക്കും. അപ്പൊ നമുക്കൊരു ചെറിയ മഞ്ഞ കളറെല്ലാം ഉണ്ടാവും. ചിലതിന് മഞ്ഞ കളറുണ്ടാവും, ചിലതിന് കാവി മാതിരിയുള്ള പാണ്ഡ്യരോഗം പിടിച്ച ആട്ടിന്റെ രോമം പോലെയുള്ള നിറമായിരിക്കും. അതായത് എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം പല വർണ്ണത്തിൽ ഈ ശരീരങ്ങൾ ഇങ്ങനെ കാണുന്നു പറയുകയാണ്. അതിന് പല രൂപവും അതിന് സ്വഭാവങ്ങളുണ്ട്, പല ഗുണങ്ങളുണ്ട്. ഏത് പഞ്ചഭൂതങ്ങൾക്കെല്ലാം ഗുണമുണ്ടല്ലോ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും എന്തുണ്ട്? രൂപമുണ്ട്, അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്. പക്ഷെ ഇതിനൊപ്പം പല രൂപങ്ങളും ഗുണങ്ങളും എല്ലാം ഉണ്ടെന്ന് പറയുകയാണ്. ഈ നമ്മളെ കണ്ണിനും മൂക്കിനും ഈ ശരീരം നിർമ്മിച്ച എല്ലാ വസ്തുവിനും, ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുവിനും ഏനേ രൂപവും ഭാവവും ഇല്ലാതെയുള്ളൂ ഉള്ളിൽ കിടക്കുന്ന ആ ബ്രഹ്മത്തിൽ.